Glory be to God. Hallelujah. आमेन। परमेश्वर का नाम का धन्यवाद हो। ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. इस सुंदर आशीषदायक सुबह समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। ഇന്ന് പകലിലും കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തോത്രം ചെയ്യുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തിനായി യേശുവിനെ മഹത്വം. आज सुबह के समय पर परमेश्वर की धन्यवाद और स्तुति करने के लिए परमेश्वर जो अवसर दे, मैं प्रभु को धन्यवाद देता हूँ। ആമേൻ. നമ്മൾ പാട്ടുപാടി ദൈവത്തെ ആരാധിച്ചതുപോലെ കരങ്ങളെ ഉയർത്തി അമ്മേ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ ബോധപ്പെടുന്നു. കാരണം അവൻ സ്തുതികൾക്കും ആരാധനയ്ക്കും യോഗ്യനാണ്, എന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവമാണ്. जैसे हमने गीत में गाकर परमेश्वर को धन्यवाद किया कि हम अपने हाथ को उठाकर परमेश्वर को धन्यवाद देते हैं, क्योंकि सारा स्तुति प्रशंसा का योग्य परमेश्वर है वो। ഇന്ന് പകലിലും നമ്മെ ജയോത്സവമായി നടത്തുവാൻ കഴിവുള്ള ദൈവമാണ് എന്നെ നടത്തുന്നത്. അവൻ എന്റെ കരത്തെ പിടിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും അനാഥരായി വിടുകയില്ല. आज भी हमारे हाथ को थामकर जीवन दोखरा में चलाना परमेश्वर हमारे साथ है, और प्रभु कहता है कि मैं तुझे कभी अनाथ नहीं छोड़ूंगा। എന്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ഒരു വചനം നൽകി. आज सुबह के समय पर पवित्र आत्मा ने हृदय के अंदर वचन को दिया है, ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം നിങ്ങളെ ജീവിപ്പിക്കും. और मैं विश्वास करता हूं कि वचन के द्वारा आपको जीवित किया जाएगा। ഈ വചനത്തിനകത്തുള്ള ദൈവിക സമർത്ഥി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭവനത്തിൽ വെളിപ്പെടും. और ये वचन में जो सामर्थ्य है, उस सामर्थ्य आपके जीवन के अंदर, आपके परिवार के अंदर, आपके घर के अंदर प्रकट होगा। നിരാശയുടെ മേഖലകളിൽ, ഇല്ലായ്മകളുടെ മേഖലകളിലകത്ത് ജയത്തിന്റെ ഒരു തൃപ്തി പരിശുദ്ധാത്മാവ് തന്റെ തന്റെ ജനത്തിന്റെ ജീവിതത്തിൽ കൽപ്പിക്കാൻ പോവുകയാണ്. और देखते हैं कि जहां पर हम दुखी है, निराशा है, कंगालपन है, उस सारे अवस्था के अंदर इस वचन के द्वारा परमेश्वर आपके जीवन में समृद्धि और भरपूरी देने जा रहा है। ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 19 വാക്യം ഒന്ന് വായിക്കുവാനായി ആഗ്രഹിക്കുന്നു. फिलिपियों के पत्री 4 अध्याय उसका 19 वचन को पढ़ने के लिए चाहता हूं। എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. प्रभु का वचन कहता है कि हमारे परमेश्वर जो है हमारे सारी जरूरतों को उसके स्वर्ग की धन के अनुसार हमारे जीवन में सब कुछ पूरा कर देगा। ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്ന്, നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെ, हमारे सारे जरूरतों को, കുറച്ചല്ല, ബുദ്ധിമുട്ടൊക്കെ സകലവും, जो भी हमारी जरूरत है, छोटा नहीं परंतु संपूर्ण सारी जरूरत को परमेश्वर पूरा करेगा। ഇനി നമ്മുടെ ബുദ്ധിമുട്ട് എങ്ങനെയാ കർത്താവ് മാറ്റുന്നതെന്നറിയോ? और हमारी जरूरत को परमेश्वर किस तरह उसको पूरा करेंगे, हटा देंगे। ഒന്നാമത്തെ അതിന്റെ രീതി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മഹത്വത്തോടെ. और पहला उसका कदम इस तरह देखेंगे कि उसके महिमा के अनुसार, എങ്ങനെയെങ്കിലും അല്ല, മഹത്വത്തോടെ. और किसी भी तरह नहीं परंतु महिमा के अनुसार किया जाएगा। സെക്കൻഡ് ബെസ്റ്റ് നൽകിയല്ല, തന്റെ മഹത്വത്തിനൊത്തോണം നൽകി. और किसी भी तरह कुछ देकर नहीं परंतु उसके महिमा के अनुसार हमें देखकर, എന്റെ സാഹചര്യത്തിനൊത്തവണ്ണമല്ല, തന്റെ മഹത്വത്തിനൊത്തവണ്ണം. और मेरे हिसाब से नहीं उसके महिमा के अनुसार मुझे दिया जाएगा। എന്റെ സേവിങ്ങിനൊത്തവണ്ണമല്ല, തന്റെ മഹത്വത്തിനൊത്തവണ്ണം. मेरे खाते में जिस तरह मैं बचत करता हूं उसके अनुसार नहीं परंतु उसके महिमा के अनुसार मुझे दिया जाएगा। എന്റെ അനുഭവത്തിനോ എന്റെ ക്വാളിഫിക്കേഷനോ എന്റെ സാധ്യതകൾക്കോ ഒത്തവണ്ണമല്ല, തന്റെ മഹത്വത്തിനൊത്തവണ്ണം. मेरे योग्यता के अनुसार, मेरे शिक्षण के अनुसार, मेरे संपत्ति के अनुसार नहीं परंतु उसके महिमा के अनुसार मुझे दिया जाएगा। തീർന്നില്ല. രണ്ടാമത് പറഞ്ഞിരിക്കുന്നു മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം, और उसके धन के अनुसार वहां पर कहते हैं। ഒന്ന് മഹത്വം, രണ്ട് ധനം. उसका महिमा, दूसरा उसका धन के अनुसार। സോ നമ്മുടെ പ്ലാനും നമ്മുടെ അനുഭവവും നമ്മുടെ സാധ്യതകളും നമ്മുടെ ഇഷ്ടങ്ങളും അല്ല. വചനം പറഞ്ഞിരിക്കുന്നു തന്റെ മഹത്വത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ. ഇവിടെ നിറവുണ്ടാകുന്നത് ക്രിസ്തുയേശുവിലാണ്. और हम देखते हैं कि हमारी योग्यता, हमारे संपत्ति, हमारे धन, हमारे पास जो कुछ है उसके अनुसार नहीं परंतु उसके महिमा के अनुसार, उसके धन के अंदर प्रभु यीशु मसीह में उसके नाम पर हमें दिया जाएगा। അവിടെയാണ് ആ വേർഡാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ചുമ്മാ और वही തന്റെ മഹത്വത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞു വിടൂല. ക്രിസ്തുയേശുവിൽ നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയാണ്. और हम देखते हैं कि उसके धन के अनुसार, उसके महिमा के अनुसार केवल ऐसा बोलकर छोड़ नहीं देना, पर यीशु मसीह पर हमें उस सारे आशीष मिला जाएंगे। ഞാൻ ഈ പറഞ്ഞു വന്നത്, പുതിയ സൃഷ്ടിയായി ഞാൻ മാറുകയല്ല, എന്നെ മാറ്റിയതിനെ പറ്റിയുള്ള വെളിപ്പാട് ഞാൻ ജീവിക്കുകയാണ്.
और मैं नया सृष्टि प्रतिदिन हो रहा नहीं, परंतु नया सृष्टि परमेश्वर ने मुझे बजाया उस प्रकटीकरण, उस जानकारी के अंदर जीवन बिताने के लिए प्रभु हमें प्रतिदिन सिखा रहा है। വീണ്ടും ഞാൻ പ്രാർത്ഥിച്ച് പുതിയ സൃഷ്ടിയായി മാറുകയല്ല, എന്നെ കൃപയാൽ പുതിയ സൃഷ്ടിയാക്കി ദൈവം മാറ്റിയതിൽ ഞാൻ വാഴുവാൻ, ജീവിക്കുവാൻ, വെളിപ്പെട്ടു വരുവാൻ എന്റെ കണ്ണുകൾ ഓരോ ദിവസവും വചനത്താൽ തുറക്കപ്പെടുകയാണ്. और हम देखते कि नया सृष्टि बनाने के लिए नहीं, परंतु प्रभु ने हमें नया सृष्टि बना दिया, इसलिए उस नया सृष्टि के प्रकट में, उस नया सृष्टि की जानकारी में, उस नया सृष्टि के अधिकार में जीवन बिताने के लिए प्रतिदिन प्रभु हमें सहायता करने के लिए हम प्रार्थना कर रहे हैं। ഈ വചനത്തിൽ ഈ വാക്കുകൾ നമ്മൾ അടിവരയിട്ട് ആമേൻ പറയണം. और इस वचन को उसके अंदर हम उसको मुख्यतः प्रधान तत्व को देखकर उस वचन के साथ हमें आमीन बोलना है। നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ? आपके पास कोई कंगाल कारण है या आपके पास कोई जरूरत की बात है? ഒന്നും ഇല്ല എന്ന് പറയുന്നു. आप कहते हैं कि मैं तो कंगाल हूं, मेरे पास कुछ नहीं है। തന്റെ മഹത്വത്തെ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ ശക്തിയുള്ള ദൈവം. और परमेश्वर जो जिसके सामर्थ्य के द्वारा उसकी महिमा आपके जीवन में प्रकट कर सकता है। ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടത് തന്റെ മഹത്വത്തെ നിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണമല്ല, തന്റെ മഹത്വത്തെ തന്റെ സ്റ്റാൻഡേർഡിൽ, തന്റെ കഴിവിനൊത്തവണ്ണം, തന്റെ മഹത്വത്തിന്റെ പ്രഭാവത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്തത്, ഓ ജീസസ്, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത്, എനിക്ക് ചിന്തിക്കാൻ പറ്റാത്തത്, എനിക്കതിനെ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റാത്ത തലത്തിൽ പരിശുദ്ധാത്മാവിന്റെ കരം എന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ക്രിസ്തു യേശുവിൽ ഇടയായിത്തീരും. और हम देखते कि हमारे सारी जो जरूरत है, हमारे सोच, हमारे चिंता, हमारे योग्यता, हमारे समझ के अनुसार नहीं, परंतु उसकी महिमा के अनुसार हमारे जीवन के सारे जरूरत को प्रभु यीशु मसीह के द्वारा हमारे जीवन में सब कुछ वो पूरा करे करके इस बात को हम अच्छी तरह जानना चाहिए। ഇവിടെ ഏറ്റവും അവസാനം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നു, ക്രിസ്തു യേശുവിൽ അവൻ പൂർണ്ണമായി തീർത്തു തരും. और प्रभु यीशु मसीह में सब कुछ पूर्ण कर या संपूर्णता पे लाकर लाएगा। എന്തുവാ അതിന്റെ അർത്ഥം? തീർത്തു തരും എന്ന് പറഞ്ഞ എന്റെ അർത്ഥം എന്തുവാ? और उसका मतलब क्या है कि संपूर्ण करेगा, मतलब क्या है वो? ഇന്നത്തെ ദിവസം നമ്മളിപ്പോ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പോട്ടെ, 2 ആഴ്ചത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, 1 മാസത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഇത്രേ പറ്റത്തുള്ളൂ. अगर हम किसी को कहते हैं कि हम आपको मदद करेंगे तो कहेगा ठीक है आज का दिन मदद करेंगे, 1 हफ्ते का या 1 महीने का मदद हम ज्यादा से ज्यादा किसी को कर सकते हैं। നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും സഹായിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ തന്നെ സഹായിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട്. और हम किसी को अगर सहायता करना है चाहते हैं तो हम किसी को सहायता करने के लिए एक सीमा होती है, एक सीमा के बड़े सर हम कुछ नहीं कर पाते हो। കർത്താവ് പറയുക പൂർണ്ണമായി തീർത്തിട്ടേ പിന്നെ സംസാരമുള്ളൂ. और परमेश्वर कहता है कि मैं संपूर्ण करने के बाद ही फिर मैं आगे कुछ कहने के लिए चाहता हूं। കർത്താവ് തൊട്ടാൽ പൂർണ്ണമായി തീർത്തു തരും. हमें परमेश्वर यदि किसी को छूता है तो संपूर्ण रीति में उसको पूरा कर वो देता है। ഇതിനകത്ത് എനിക്ക് മനസ്സിലായി, വീണ്ടും നിനക്ക് തൃപ്തി ഇല്ലാതെ വിധത്തിൽ, അല്ലെങ്കിൽ വീണ്ടും നിനക്ക് നഷ്ടമുണ്ടാവുന്ന രീതിയിൽ, വീണ്ടും നിനക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയാ നിരാശയോ അല്ലെങ്കിൽ ഇല്ലായ്മകളോ ഉണ്ടാകുന്ന വിധത്തിൽ പിശാച് പ്ലാൻ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ പോലും പൂർത്തിയാക്കി തന്നിട്ട് പിന്നെ സംസാരമുള്ള ദൈവത്തിന്. और परमेश्वर वहां पर कहता है कि जो अपने जीवन में परमेश्वर ने जो दिया है वो फिर से कभी कंगाल, कभी कमी किसी बात की घटी होने नहीं देगा। अगर शैतान भी कहता है ना उसके जीवन में कमी को लाऊंगा, वो सारे बात को हटाकर संपूर्ण पूरी तरह भरपूरी के साथ देने वाला परमेश्वर हमारे परमेश्वर से कहता है। ഇന്ന് പകൽക്കാലം ആ വേർഡ് നിങ്ങൾ നോക്കി ഞാൻ പ്രഖ്യാപിക്കുന്നു. और उस शब्द को आज आपके जीवन में मैं देखकर मैं उसको घोषित करता हूँ, भविष्यवाणी के द्वारा कहता हूँ। ഇത്രയും കടമുണ്ട് ബ്രദറെ, അതിൽ ഇത്രയും ദൈവം നൽകിയെന്നല്ല, ഇത്രയും ഉണ്ടായിരുന്നു ബ്രദറെ, ഇത്രയും നൽകി, ഇനി സമർത്ഥ്യമുണ്ട് ജനത്തിന് കൊടുക്കാൻ. ഞാൻ വായ്പ വാങ്ങുകയല്ല, ഞാൻ കൊടുക്കുന്നവനായി തീരാൻ പോവുകയാണ്. और लोग बोलेंगे कि प्रभु के दास, मेरे पास जो कुछ कर्ज था उसका थोड़ा सा कर्ज मैंने मिटाने के लिए प्रभु ने शायद ऐसा नहीं, परंतु जो आपका कर्ज, संपूर्ण कर्ज को पूरा कर आपके पास और भरपूर से देकर अब और कर्ज लेने वाला नहीं परंतु देने वाला होकर प्रभु आपका आशीष करने वाला दिन आपके निकट आया है। നിങ്ങളുടെ ഭവനത്തിൽ കളപ്പുരകൾ നന്മ കൊണ്ട് നിറയും, സമർത്ഥ്യം കൊണ്ട് നിറയും. അനുബ്രദർ, ഇത് എങ്ങനെ പറയാൻ പറ്റും? ഈ സമയത്തേ പറയാൻ പറ്റൂ. കാരണം നമ്മുടെ ബുദ്ധിമുട്ടിനെ മാറ്റുന്ന ദൈവത്തിന് ബുദ്ധിമുട്ടില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവത്തിന് കണ്ണുനീരില്ല. നിന്റെ കണ്ണുനീരിനെ ജയോത്സവമായി, ഹല്ലേലൂയ, അത്ഭുതകരമായി മാറ്റുവാൻ യേശുവിന് കഴിയും. ക്രിസ്തു യേശുവിൽ നീ അത് പ്രാപിച്ചിരിക്കും.
और हम देखते हैं कि अब बोलेंगे कि अभी तो इस समय पर कैसे इस शब्द को बोल सकते हैं, लेकिन मैं एक बात आपको कहना चाहता हूं कि हमारे परमेश्वर के लिए कोई भी आमेन। बात असंभव नहीं है। हमारे सीमा से बढ़कर कार्य करना परमेश्वर है। हालेलुया। हमारे कंगालपन, हम कंगाल है लेकिन वो कंगाल नहीं है। हम आंसू में रोते हैं लेकिन वो रोने वाला परमेश्वर है। हमें प्रतिदिन उसकी महिमा के अनुसार चलाने वाला हमारा जीवित परमेश्वर कर कर इस बात को आपका अच्छी तरह जानना चाहिए। ഇസ്ഹാക്കിന്റെ കാലത്ത് ദേശത്ത് ക്ഷാമം ഉണ്ടായി. इसहाक के समय पर देश पर अकाल आया ഇസ്ഹാക്കിനോട് ദൈവം പറഞ്ഞു, നീ ക്ഷാമകാലത്ത് വിതച്ചോ. और इसहाक से परमेश्वर कहता है कि तू अकाल के समय पर भी बोले। ജനമെല്ലാം പറഞ്ഞു, മഠേത്തരം കാണിക്കരുത്, യൂസ് യുവർ ബ്രെയിൻസ്. सारे लोगों ने इसहाक से कहा कि तू पागलपन मत कर, अपने दिमाग को वापस इस्तेमाल कर। ഇസ്ഹാക്ക് പറഞ്ഞു, പറഞ്ഞത് ദൈവമാണ്, സോ ഞാൻ വിതയ്ക്കുന്നത് പറഞ്ഞ ദൈവത്തിന്റെ മഹത്വത്തിലാണ്. और इसहाक ने कहा कि ये जो शब्द मुझे परमेश्वर ने कहा कि बी बोने के लिए, इसके लिए जो मैं बी बोता हूं, परमेश्वर की महिमा के ऊपर मैं उस बी को बो रहा हूं। വാക്ക് പറഞ്ഞവൻ എന്നെ ജയോത്സവമായി നടത്തിയിരിക്കും. वहां पर कहता है कि जो मुझे वायदा किया परमेश्वर मुझे जीवंत होकर मुझे चलाने वाला प्रभु है वो। പകലിൽ ആരോടാണ് ദൈവാത്മാവ് ഇടപെടുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് പകലിൽ ഈ വചനം ആരെയൊക്കെ വിടുവിക്കുന്നുണ്ട്. ജയോത്സവമായി ദൈവം നിന്നെ നടത്തിയിരിക്കുന്നു. നിന്റെ ഞെരുക്കത്തിന്റെ അനുഭവത്തിൽ, നിന്റെ വേദനയുടെ സമയത്ത്, നിന്റെ ജീവിതത്തിൽ ക്ഷാമത്തിന്റെ കാലത്ത്, നിന്റെ ജീവിതത്തിൽ എല്ലാം ശൂന്യമായി കലം തുറന്നു നോക്കിയാൽ, നിന്റെ സാധ്യതകൾ തുറന്നു നോക്കിയാൽ ശൂന്യത മാത്രം കാണുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്തുവേശുവിൽ തന്റെ മഹത്വത്തിനൊത്തവണ്ണം, തന്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി നിറവേറപ്പെടാൻ പോവുകയാണ്. आज ये वचन किसके लिए है मैं जानता नहीं, लेकिन एक बात मैं कहता हूं, यदि आपके जीवन में पूरी तरह कंगाल है, आपके पास कुछ नहीं है, आप सोचे कि मैं सब कुछ समाप्त हो चुका है, आपके घर के अंदर भरने में कुछ भी नहीं होगा, लेकिन एक बात में यदि प्रभु पर विश्वास करे तो उसके मन के, उसके महिमा के अनुसार, उसके धन के अनुसार प्रभु यीशु मसीह के द्वारा आपके जीवन के सारी जरूरत को पूरा करने के लिए सामर्थ्य जीवित परमेश्वर हमारे साथ लेकर कर इस बात को विश्वास करना चाहिए। Come on, ശബ്ദം ഉയർത്തി യേശുവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് आइए अपने आवाज उठाकर यीशु मसीह के लिए हम धन्यवाद करेंगे। ഇന്ന് പകൽ ഈ വചനം നിങ്ങളെ വിടുവിക്കട്ടെ. और आज के समय पर इस आशीषदायी वचन आपके जीवन में छुटकारा दे दें। നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലെ ശൂന്യതയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ നിറവ് ഇന്ന് പകലിൽ വെളിപ്പെടട്ടെ. अपने चिंता के अंदर जो आने वाला कमी को या हमारे कंगालपन को यीशु मसीह के नाम पर से दूर होने दे प्रभु जी। ഈ വചനം ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ആരുടെയൊക്കെ ജീവിതത്തിൽ എംറ്റിനെസ് മാറുന്നു. എംറ്റിനെസ് എന്തായിത്തീരും എന്നുള്ള ആ ഒരു ശൂന്യമായ അനുഭവത്തെ പരിശുദ്ധാത്മാവ് തന്റെ മഹത്വത്തിന്റെ നിറവ് കൊണ്ട് നിറച്ച് നിന്നെ തൃപ്തി വരുത്താൻ പോവുകയാണ്. और हमें इस समय पर बोलते समय पर किसी लोगों के जीवन में जो कंगालपन है, जो पूर्ण शून्यता है, उस शून्यता हटाकर उसके महिमा के अनुसार, उसके धन के अनुसार आपके जीवन में समृद्धि और भरपूरी देने वाला परमेश्वर आज आपके साथ है। സങ്കീർത്തനം 86 പറഞ്ഞിരിക്കുന്നു, മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടും ഞാൻ നിന്നെ പോഷിപ്പിക്കും. और भजन संख्या से कहता है कि जो उत्तम से उत्तम भोजन से और चट्टान से आने वाला मधु से मैं तुझे तृप्त करने वाला परमेश्वर हो। ആമേൻ. പാറയിൽ നിന്ന് തേൻ വരാൻ സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. और वहां पर हम देखते हैं कि चट्टान से मध निकालने को संभव है, असंभव की बात है। പക്ഷെ ദൈവം നിന്നോട് പറഞ്ഞാൽ, लेकिन परमेश्वर यदि आपसे इस शब्द को कहता है तो അത് സംഭവിച്ചിരിക്കും. वो परमेश्वर उसी शब्द को उसी समय में पूरा करने वाला है। എന്ന് പറഞ്ഞാൽ പാറയിൽ നിന്ന് വെള്ളം വരുമെന്ന് പറയാൻ സാധ്യതയുണ്ട്. പാറയിൽ നിന്ന് തേൻ വരുന്നത് നടക്കാത്ത കാര്യമാണ്. और लोग तो कहते हैं ना, चट्टान से तो पानी तो आएगा, हो सकता है, लेकिन चट्टान में से मध निकलना वो तो हमें असंभव की बात है। രുചിയുള്ളത് പുറത്തു വരാൻ പോവുകയാണ്. लेकिन उसमें से जो चखने वाला, स्वाद देने वाला, उसमें से बाहर आने वाला है। അർത്ഥം കയ്പിന്റെ അനുഭവങ്ങൾ മാറാൻ പോവുകയാണ്. उसका मतलब अपने जीवन जो कड़वाहट की अवस्था को परमेश्वर पूरी तरह बदलने जा रहा है। ഇനി തേനെന്ന് പറയുമ്പോൾ വിലയേറിയത് വരാൻ പോവുകയാണ്. हमें मध का मतलब ऐसे कि उसका मतलब जो बहुमूल्य बात है उसमें से आपको मिलने जा रहा है। കയ്പിന്റെ അനുഭവങ്ങൾ മാറുന്നു, രുചിയുള്ളത് വരുന്നു, വിലയേറിയത് വരാൻ പോവുകയാണ്. और खट्टापन की अवस्था को बदलकर मीठे अवस्था में और बहुमूल्य वस्तु आपके जीवन में प्रभु देने जा रहा है। ഇന്ന് പകലിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വരട്ടെ. और आज सुबह के समय यीशु मसीह के नाम पर इस जो वचन का सामर्थ्य आपके परिवार के अंदर प्रकट होने में चाहता हूँ। ശബ്ദം ഉയർത്തി ഒരു ഹാലലൂയ പറഞ്ഞ കർത്താവേ, നിന്റെ अपने വചനം ഞാൻ आवाज വിശ്വസിക്കുന്നു, ഞാൻ അതിനെ ഏറ്റെടുക്കുന്നു. प्रभु को आवाज उठाकर प्रभु को धन्यवाद करे और कहे कि प्रभु आपका वचन शक्ति है और जीवित है, उस वचन पर मैं विश्वास करता हूँ और आपके वचन के द्वारा सब कुछ संभव है। ആ വചനം എന്നെ ജീവിപ്പിക്കും, ആ വചനം എന്നെ പണിയും.
और उस वचन मुझे जीवन देगा, उस वचन तो मुझे दिलेरी हिम्मत देने ആ वाला है। വചനത്തിൽ ഞാൻ ദൈവത്തിൽ നിലനിൽക്കും, കർത്താവിനെ സ്തോത്രം ചെയ്യും. और उस वचन में स्थिर रहकर परमेश्वर के नाम को मैं महिमा करूंगा। സങ്കീർത്തനം 34:10 പറഞ്ഞിരിക്കുന്നു, ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. भजन से 34 के 10 वचन में कहता है कि यदि सिंह के भूखे बच्चे भूखे रहेंगे, लेकिन प्रभु को खोज करने वाले के जीवन में किसी बात की कमी नहीं होगी। ദേശത്തിൽ ക്ഷാമം വന്നപ്പോ ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ആമേൻ, ഏലിയാവിനെ കർത്താവ് കെരീത്ത് തോട്ടിനരികെ നിർത്തി പോഷിപ്പിക്കാനിടയായി തീർന്നു. और हम देखते हैं कि देश में अकाल है, लेकिन एलिय्याह को परमेश्वर ने इस किरीत नदी के किनारे बिठाकर वापस उसकी जीवन की सारी जरूरत को उस समय पर पूरा कर दिया। ബൈബിൾ പറഞ്ഞിരിക്കുന്നു, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റി. वहां पर देखते हैं कि किरीत की नदी की जो पानी पूरी तरह सूख गया था, അപ്പോൾ കാക്കയുടെ വരവും നിന്നു. और उस समय पर कौवा का आना भी वहां पर रुक गया। ഒന്നാമത് ശ്രദ്ധിക്കണം, നാച്ചുറൽ റിസോഴ്സ് വറ്റി. और वहां पर देखते हैं कि जो संसारिक रीति में जो सोता खुलता है, वो सोता वहां पर बंद हुआ। സൂപ്പർ നാച്ചുറലി ദൈവം തുറന്ന പ്രൊവിഷനും അവിടെ സ്റ്റോപ്പായതല്ല. നാച്ചുറൽ റിസോഴ്സ് അവിടെ വറ്റിയപ്പോൾ പിന്നെ സൂപ്പർ നാച്ചുറൽ കൊടുത്ത് അവിടെ നിർത്തുകയല്ലേ. കർത്താവ് പറയാ, അതിനേക്കാളും സൂപ്പർ നാച്ചുറൽ തരാൻ എനിക്ക് പറ്റും. और देखते कि निसर्ग की जो सोता जो पर बंद होता है, उससे बढ़कर एक अलौकिक सामर्थ्य के द्वारा मैं तुझे पालन पोषण कर सकते, इस बात को दिखाने के लिए वहां पर परमेश्वर कार्य करता है। ബൈബിൾ പറഞ്ഞിരിക്കുന്നു, ഏലിയാവിനെ കർത്താവ് സറാഫാത്തിലെ വിധവയുടെ ഭവനത്തിൽ കൊണ്ടുപോയി പോഷിപ്പിക്കാനിടയായി. और परमेश्वर वचन में कहता है कि एलिय्याह को साराफात के विधवा के पास लेकर जाकर एलिय्याह को परमेश्वर तृप्त किया जाता है। ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, നാച്ചുറൽ റിസോഴ്സസ് വറ്റിയാലും സൂപ്പർ നാച്ചുറൽ റിസോഴ്സസ് നിനക്ക് വേണ്ടി വറ്റാത്തത് തുറക്കാൻ നിന്റെ അപ്പൻ മതിയായവനാണ്. और आज सुबह के समय पर मैं इस बात को अपने सन निसर्ग की जो सोता आपके जीवन में यदि बंद हुआ, तो भी एक अलौकिक सोता आपके जीवन में खोलकर आपके संपूर्ण जीवन में आपको तृप्त करने के लिए आज भी मेरे खुदा जीवित है करके इस बात को विश्वास करना चाहिए। ദൈവം തുറന്നാൽ അത് അടയത്തില്ല. यदि परमेश्वर ने कुछ बात को खोला है, तो कोई बंद नहीं होगा वो। ഈ വചനം മറന്നു പോകരുതേ. കർത്താവ് ഇന്ന് പകൽ നമ്മോട് സംസാരിച്ച വചനം അത് അങ്ങനെ തന്നെ നിന്റെ മേൽ നിറവേറുകയാണ്. आज सुबह जो प्रभु ने कहा वचन भूल नहीं जाना, उस वचन उसी अनुसार आपके जीवन में प्रभु पूरा करेगा। തന്റെ മഹത്വത്തിനൊത്തവണ്ണം, उसके महिमा के अनुसार, തന്റെ ധനത്തിനൊത്തവണ്ണം, और उसके धन के अनुसार ക്രിസ്തു യേശുവിൽ प्रभु यीशु मसीह के द्वारा പൂർണ്ണമായി നിറവേറ്റി തരും. पूरी तरह आपके जीवन में संपूर्ण करके देगा। ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ തൃപ്തനാക്കി തീർക്കും. आमीन। आज सुबह पवित्र आत्मा कहते हैं कि मैं तुझे तृप्त करने वाला परमेश्वर हूं, നിനക്ക് തൃപ്തി ഉണ്ടാകാൻ പോവുകയാണ്. और आपके जीवन में संपूर्णता लाने वाला परमेश्वर है वो। കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. आइए अपने आंखों को बंद करें, प्रार्थना करें। യേശുവേ, അങ്ങേക്ക് ഞങ്ങളോടുള്ള കൺസേണിനായി, ഞങ്ങളെ കുറിച്ചുള്ള അവിടുത്തെ ഇഷ്ടത്തിനായി, സ്നേഹത്തിനായി നന്ദി പറയുന്നു. प्रभु आपने हम पर जो ख्याल रखते हैं, हम पर जो चिंता करता है, उसके लिए हम आप धन्यवाद करते हैं। प्रभु അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന പിതാവാകിയാൽ സ്തോത്രം. आप हमारे लिए सब कुछ इंतजाम करने वाला, प्रबंध करने वाला परमेश्वर है, इसलिए हम आपको धन्यवाद करते हैं। ആകാശത്തിലെ പറവുകൾ നോക്കുവിൻ, അവ കളപ്പുരയിൽ ഒന്നും സൂക്ഷിച്ചു വെക്കുന്നില്ലെങ്കിലും ദൈവം അവയെ കരുതുന്നു. आपके वचन में कहता है कि प्रभु आकाश के पक्षी को देखो, वो ना बोते हैं ना कांपते हैं, लेकिन आप उन्हें चलाता है, इसलिए हम आपको धन्यवाद करते हैं। प्रभु जी വചനം വായിക്കുന്ന പോലെ അവയെ പോറ്റുന്നുവെങ്കിൽ ഞങ്ങളെ എത്രയധികം നടത്തുവാൻ യേശു ശക്തനെന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ തിരിച്ചറിയുകയാണ്. और प्रभु यदि उसको उस चिड़िया को, उस जो पक्षियों का आप संभाल सकते हैं, तो हमें और कितना अधिक आप ख्याल रखते हैं, संभालने वाला कर इस बात को विश्वास करते हैं, आपका हिम्मत रखते हैं। प्रभु ഇന്ന് പകൽക്കാലം പുറത്തു പറയാൻ പറ്റുന്നില്ല, പക്ഷെ ഞെരുക്കമുണ്ടെന്ന് പറയുന്നവരും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവവചനത്തിന്റെ ശക്തിയാൽ സ്വതന്ത്രരാകട്ടെ. प्रभु जी जो कहते मन में बोलते हैं कि मैं कंगाल हूं, लेकिन बाहर किसी को बोल नहीं सकता, ऐसे अवस्था में जीवन बीता लोगों के जीवन में कहता है कि प्रभु आपके आत्मा महिमा के अनुसार उनके जीवन में संपूर्णता और भरपूरी देने के लिए प्रार्थना करते हैं। प्रभु जी മഹത്വം അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. सारा आदर महिमा प्रभु आपको देते हैं, यीशु मसीह के नाम से प्रार्थना करते पिता, आमेन आमेन। God bless you. You are blessed. Amen. You are being provided supernaturally by God. प्रभु आपको आशीष दे, आप आशीष दे, तो प्रभु सारे उसकी महिमा से आपके जीवन की सारी जरूरत को पूरा करें। We praise your name. Thank you, Holy Spirit. Oh, Ishla. Jai Jai God.
जय जयकार तूने मेरे लिए क्या कुछ ना किया। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। तूने मेरे लिए क्या कुछ ना किया। तेरा प्यार है महान, तेरा प्यार जो यहाँ मैं जो पहले मुर्दा था तूने डाली मुझ में जान। तेरा प्यार है महान, तेरा प्यार जो यहाँ मैं जो पहले मुर्दा था तूने डाली मुझ में जान। क्यों ना बोलूं फिर मैं तेरी जय जयकार। क्यों ना बोलूं फिर मैं तेरी जय जयकार। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। मेरी सूरत भीड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए हरियाली। मेरी सूरत भीड़ी थी, मेरा दिल था खाली, तूने सींचा लहू से ताकि आए हरियाली। क्यों ना बोलूं फिर मैं तेरी जय जयकार। क्यों ना बोलूं फिर मैं तेरी जय जयकार। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। आई जीवन में खुशी, आई अब तो जिंदगी, तू है जिंदा शाफिया तूने किया। आई जीवन में खुशी, आई अब की जिंदगी, तू है जिंदा शाफिया तूने किया। क्यों ना बोलूं फिर मैं तेरी जय जयकार। क्यों ना बोलूं फिर मैं तेरी जय जयकार। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। जय जयकार हालेलुया जय जयकार तूने मेरे लिए क्या कुछ ना किया। अपनी रूह से भर दिया अपनी शक्ति मुझको ताकि दूं मैं गवाही तेरे जीवन में भी। अपनी रूह से भर दिया अपनी शक्ति मुझको दी ताकि दूं मैं गवाही तेरे जीवन में भी। क्यों ना बोलूं फिर मैं तेरी जय जयकार। क्यों ना बोलूं फिर मैं तेरी जय जयकार। जय जयकार जय जयकार तूने मेरे लिए क्या कुछ ना किया। मिलकर गाएंगे ओ जय जयकार हालेलुया जय जयकार तूने मेरे लिए क्या कुछ ना किया। और तुमने जीवन നൽകി വേണ്ടിടുന്ന കർത്തരേ
വാഴ്ത്തുന്നേ വാഴ്ത്തുന്നേ ശിവം നൽകി തേടുന്ന കർത്തനേ. ആമേൻ.